ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഉണ്ടാകാനായിട്ടൊരു കാരണമുണ്ട്. കാരണം എൻ്റെ ഒരു സുഹൃത്തെന്ന് തന്നെ പറയാം, എൻ്റെ ഒരു ക്ലയൻറ്റാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭാര്യ ഭയങ്കര പ്രശ്നങ്ങളാണ്, എപ്പോഴും പ്രോബ്ലംസാണ്, എനിക്കൊരു മനസ്സമാധാനം തരുന്നില്ല, എനിക്ക് ഒന്നിനും ഒരു താല്പര്യം തോന്നുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്, എനിക്ക് അവളുടെ മുഖം കാണേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് ഇതൊരു വലിയ പ്രോബ്ലം അല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ചെറിയ ധാരണകൾ മാറ്റിക്കഴിഞ്ഞാൽ, ഭാര്യയ്ക്കും ചെറിയതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫ് വളരെ ഭംഗിയായിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യ കോപ്പറേറ്റീവ് അല്ല, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും എൻ്റെ കൂട്ടുകാരായിട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഓഫീസ് കഴിഞ്ഞാൽ 5 മണിക്ക് ഓഫീസ്, എൻ്റെ ഈ സുഹൃത്ത് വന്നത് 5 മണിക്ക് ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ വീട്ടിലെത്തിയില്ലെങ്കിൽ ഉടനെ തന്നെ ഫോൺ കോളായി, പ്രശ്നങ്ങളായി, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസായി, ബഹളംസായി, ആകെ പ്രോബ്ലംസ്. അപ്പോൾ ഇദ്ദേഹം ആകെ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ശരിക്കും ഒരു ഭാര്യമാരാണ് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല, അവർ വളരെ ഡീസൻ്റായിട്ടാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. പക്ഷേ നമുക്ക് എങ്കിലും നമ്മൾ പ്രോബ്ലം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ള ഭാര്യയെ നമുക്ക് എങ്ങനെ ഒരു നോർമൽ രീതിയിലേക്ക് പറഞ്ഞാൽ വളരെ സ്നേഹമതിയായിട്ടുള്ള ഒരു ഭാര്യയാക്കി മാറ്റാം എന്നുള്ള അതിനെപ്പറ്റി നമുക്കൊരു 10-20 പോയിൻറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പലപ്പോഴും ഈ പ്രോബ്ലം ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ അവരോട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇയാളുടെ അപ്രോച്ചിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു കേസ് സ്റ്റഡിയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാറ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, എനിക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഭാര്യ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തിരിച്ച് ഷൗട്ട് ചെയ്യും. അപ്പോൾ അതൊരു വലിയൊരു പോയിൻ്റാണ്. കാരണം തിരിച്ച് ഷൗട്ട് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് ഷൗട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഫോം ആവുന്നു. നേരെ മറിച്ച് ഇദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ടിരുന്നെങ്കിൽ, ലിസൺ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുമായി. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് ഷൗട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ലിസൺ കെയർഫുള്ളി. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന ഒരാൾ പറയുമ്പോൾ ആ കാര്യം നമ്മളൊന്ന് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ പിന്നെ വിളിക്കുക, അല്ലെങ്കിൽ പിന്നീട് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ലിസൺ. അപ്പോൾ അല്ലെങ്കിൽ വളരെ വളരെ ശാന്തമായിട്ട് നമുക്ക് പറയാം, ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ, ഫുഡ് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറയാം. അല്ല, ഇത് ചെന്ന് കഴിയുമ്പോൾ തന്നെ തിരിച്ചങ്ങോട്ട് ഷൗട്ട് ചെയ്യുക. അപ്പോൾ അത് എപ്പോഴും പ്രോബ്ലമാണ്. അപ്പോൾ ലിസൺ, ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക. ചെന്ന് നമ്മൾ ഇവർ പറയുന്ന കാര്യം, അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ പറഞ്ഞു തീരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തീരുമായിരിക്കും. അപ്പോൾ ലിസൺ ആക്റ്റീവ്ലി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവരങ്ങോട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ച് അയാളുടെ ആക്ടിവിറ്റീസായിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങുന്നു, രണ്ടുപേരും 2 സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ ഇദ്ദേഹം ലിസൺ ചെയ്തിട്ട് ആക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയിപ്പോയത്. അപ്പോൾ ആദ്യം തന്നെ മിസ്റ്റേക്ക് കാണിച്ചു, കേട്ടില്ല, പറഞ്ഞത് കേട്ടില്ല. രണ്ടാമത് കേട്ടിട്ട് ആക്റ്റീവ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തിയിരുന്നെങ്കിൽ, കാരണം അവരോട് സംസാരിച്ച് എന്താ പ്രശ്നം, അപ്പോൾ അങ്ങനെയാണുള്ള കാര്യം, അത് ഇന്ന കാര്യം കൊണ്ടാണ്, അത് ഈ രീതിയിലാണ്, ആ രീതിയിലാണെന്നുള്ള പ്രോബ്ലം അവിടെ ടാക്കിൾ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയിപ്പോയത്. ഇപ്പോൾ ഇദ്ദേഹം ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ പുതുമോടിയായിരുന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരുടെ വീട്ടിൽ മക്കൾ അത്യാവശ്യം വലുതായി തുടങ്ങി എന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളല്ല, ഒരു 5-6 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ മൊത്തം പറകൾ. ഈ വടക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറി, പറ നിറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛനോട് കുളിക്കാൻ പറ, അമ്മയുടെ ചോറെടുത്ത് വയ്ക്കാൻ പറ, അമ്മയോട് ഫുഡ് പാക്ക് ചെയ്യാൻ പറ എന്ന് പറഞ്ഞാൽ മക്കളോട് പറഞ്ഞിട്ട് വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറും. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അസസ് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായത് ഇങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ലിസൺ ആക്റ്റീവ്ലി. രണ്ടാമത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക, എന്താണ് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുക, ഇൻറ്ററപ്റ്റ് ചെയ്യാതെ ലിസൺ ചെയ്യണം. എപ്പോഴും ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായി പോകുന്നു. പിന്നെ നമുക്കത് എഫക്റ്റീവ്ലി ആ കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഓൾവേസ് വളരെ എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ആക്റ്റീവ്ലി നമ്മൾ ലിസൺ ചെയ്യാനായിട്ട് പഠിക്കുക. പേഷ്യൻസ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ആദ്യം തന്നെ ലിസൺ ചെയ്തില്ല, രണ്ടാമത് ഷൗട്ട് ചെയ്ത്. പേഷ്യൻസ് വിട്ടുപോയി, ക്ഷമ മനസ്സിൽ നിന്ന് പോയി. ക്ഷമ നല്ല ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്ന പണ്ടുള്ള ആരോഗ്യ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ക്ഷമ ഉണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങളോടെ തീർന്നു. ക്ഷമിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും വളരെ ഈ നിർവികാരനായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളോടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് റിസോൾവ് ചെയ്യുക, ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അത്ര വരെ ക്ഷമിച്ചിട്ട് പതുക്കെ കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നാലാമത്തെ പോയിന്റ് എംപത്തൈസ്. ഇപ്പം നമ്മളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ഭാര്യയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇദ്ദേഹം കേൾക്കാതെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യും. അയാളും വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേഷ്യൻസോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആയിപ്പോയത്. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല, എംപത്തൈസ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഒരു സഹ അനുഭൂതി ഉണ്ടാകണം. കാരണം അവരുടേതായിട്ടുള്ളൊരു പ്രോബ്ലം പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ആ പ്രോബ്ലം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രോബ്ലം നമുക്ക് അമിക്കബിളി സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ജഡ്ജ്മെൻ്റൽ ആകരുതിരിക്കലും, നമ്മൾ സപ്പോർട്ടീവ് ആകണം. അപ്പോൾ വൈഫ് ഒരു കാര്യം വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് അവരോട് പെരുമാറാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പലർക്കും തോന്നുന്നുണ്ട് ഇത് ഭാര്യയ്ക്ക് പ്രോബ്ലം പറഞ്ഞിട്ട് ഭർത്താവിന് പ്രോബ്ലമാക്കി മാറ്റില്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റൊരു പ്രോബ്ലമായി മാറുന്നതിന് മുമ്പ്, വലിയൊരു പ്രോബ്ലമായി മാറുന്നതിന് മുമ്പ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഭർത്താവിനെ കുറ്റം പറയുന്നൊരു വീഡിയോ അല്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ബി സപ്പോർട്ടീവ്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളോടെ തീർന്നു. പിന്നെ പലപ്പോഴും ഈ ഭാര്യമാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പൊസസീവ് ആയിരിക്കും. പല കേസിൽ ഭർത്താവ് ഓഫീസ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിലെത്തിക്കണം, പിന്നെ അവരുടെ കാര്യം നോക്കി നടക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ വരും. അതൊക്കെ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പതുക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ബ്ലെയിം. നമ്മളിധികം ബ്ലെയിം ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്, നീ എന്നുള്ള സംസാരങ്ങൾ പലപ്പോഴും ഒഴിവാക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ഞാനത് ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാനിവിടെ പോയി, നീ അവിടെ പോയില്ലേ, നീ അത് ചെയ്തില്ലേ എന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഭാര്യയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കോംപ്രമൈസ്. പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളായിരിക്കും, ചെറിയ വഴക്ക്, ചെറിയ കോൺഫ്ലിക്ട്സ് ആയിരിക്കും വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പോൾ ചെറിയ കോൺഫ്ലിക്ട്സ് ആണെങ്കിലും അത് കോംപ്രമൈസ് ചെയ്യുക. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു കൊടുക്കലല്ല. കോംപ്രമൈസ് ഒന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ധാരണയിലെത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു രണ്ടുപേരും തമ്മിൽ അമിക്കബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു പ്രോബ്ലം ആണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല. ബൗണ്ടറീസ്. പലപ്പോഴും ബൗണ്ടറീസ് ഉണ്ടാവും. നമ്മൾ ഈ ഭാര്യ ചിലപ്പോൾ ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാകും. ഈ പ്രോബ്ലം ഉള്ള ഭാര്യമാർക്ക് ചിലപ്പോൾ കുറച്ച് ബൗണ്ടറി വെക്കും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത് എന്നൊക്കെയുള്ള 100 ബൗണ്ടറീസ് ഉണ്ട്. ഈ ബൗണ്ടറീസൊക്കെ അവരുടേതായിട്ടുള്ള ചില ബൗണ്ടറീസ് അവർ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം അവരുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ബൗണ്ടറീസ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം അത് റെസ്പെക്റ്റ് ചെയ്യുക. അതങ്ങനെ തന്നെ നടന്നോട്ടെ. നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാത്ത എന്ത് ബൗണ്ടറി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്രീസിയേഷൻ. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സാധനം അപ്രീസിയേഷനാണ്.
അത് കിട്ടാതെ പോകുന്നു പലപ്പോഴും. അപ്പോൾ ഭാര്യമാരുടെ സൈഡിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഫുഡും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി തുണിയൊക്കെ കഴുകി വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയെ പറ്റിയാണ് പറയുന്നത്. ജോലി ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ ജോലിയും ചെയ്യണം, പിന്നെ തിരിച്ചു വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാര്യയ്ക്ക് പലപ്പോഴും അപ്രീസിയേഷൻ കിട്ടുന്നില്ല. പലപ്പോഴും ഭർത്താക്കന്മാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. പക്ഷേ നമ്മളൊരു ചിരിയിലോ വേണ്ട ഒരു ചെറിയൊരു ഗഷറിൽ പോലും നമ്മൾ അപ്രീസിയേഷൻ കൊടുത്താൽ കൊള്ളാം, നന്നായിട്ടുണ്ട്, അത് ചെയ്തു, കൊള്ളാമല്ലോ എന്നൊക്കെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലമുള്ള എത്ര പ്രോബ്ലമുള്ള ഭാര്യയാണെങ്കിലും നമുക്കത് നേരെയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേ കാം. പലപ്പോഴും നമുക്ക് ദേഷ്യപ്പെടണമെന്ന് തോന്നും, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണമെന്ന് തോന്നുന്നത് നമ്മൾക്ക് എപ്പോഴും കാമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ ഇതായിട്ട് എന്ത് പറഞ്ഞാലും കുലുങ്ങാത്ത രീതിയിലുള്ള ഒരു കാംനെസ് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പലപ്പോഴും രണ്ട് സംസ്കാരത്തിൽ നിന്ന് വന്നവരായിരിക്കും. ഇപ്പോൾ 2 വീട്ടിൽ വളരുന്നു എന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും ഓരോ സംസ്കാരമാണ്. അപ്പോൾ ആ 2 സംസ്കാരങ്ങൾ തമ്മിൽ ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കോംപ്രമൈസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊന്ന് കാമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഫോക്കസ് ഓൺ പ്രസൻറ്റ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുകൾ പലപ്പോഴും നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത് പാസ്റ്റിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അന്നത് സംഭവിച്ചു അതിന് നമ്മൾ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നശിപ്പിച്ച് കളയും. അപ്പോൾ പ്രസൻറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പലപ്പോഴും അന്നത് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ല, ജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരിക്കലും നമ്മൾ ആ പഴയ കാര്യങ്ങൾ കൊണ്ടുവരാതെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെ തീരും. നമ്മൾ പഴയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്തിടത്തോളം കാലം ആ പഴയ കാര്യങ്ങൾ അവിടെ സ്ക്വാഷപ്പ് ആവും. പുതിയ കാര്യങ്ങൾ നമുക്കിവിടെ സ്ക്വാഷപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഫോർഗീവ്നെസ്, ക്ഷമിക്കാനായിട്ട് നമുക്ക് പഠിക്കുക. ഇല്ല, ഞാൻ ആരോടും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനവും സന്തോഷമാണ് നമ്മുടെ മനസ്സും ശരീരവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കാനായിട്ട് നമ്മൾക്കൊരു ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമെങ്കിൽ അതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളൊരു മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുമെങ്കിൽ അതല്ലേ എപ്പോഴും നല്ലത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ഫാമിലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രിയോറിറ്റൈസ് ക്വാളിറ്റി ടൈം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് പറ്റാറില്ല. കാരണം നമ്മുടെ മോഡേൺ ലോകത്ത് നമ്മുടെ വർക്ക് സൈഡിലൊക്കെ എസ്പെഷ്യലി ഒരുപാട് ഇപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയുള്ളവർക്കാണെങ്കിൽ ഈ ജോലിയുടെ പ്രഷറും ജോലിയുടെ ടെൻഷനും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും സമയം കൊടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ആ ക്വാളിറ്റി ടൈം നമ്മൾക്ക് ഫാമിലിക്കും മക്കൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലമുള്ള ഭാര്യമാരൊക്കെ നേരെ തിരിയും, എല്ലാം പെട്ടെന്ന് മാറും. ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം. പിന്നെ ഫ്രീക്വൻറ്റ് ചെക്കിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചെക്കിൻസിലാണ്. അതുപോലെ ഔട്ടിങ്സ്. ഇപ്പോൾ നമ്മൾ ഈ ചെക്കിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കാരണം അതൊരു ഫോർമൽ നമുക്ക് ഇന്ന് ഇപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങ് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞല്ല, നമ്മളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ സോർട്ട് ഔട്ട് അതങ്ങനെ അങ്ങനെ നമുക്കത് ചെയ്യാം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും എന്നുള്ള പല ഡിസ്കഷൻസും പല ചെക്കിൻസും നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്ട്സുകളും ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പാർട്ട്ണറും മറ്റേത് ഭാര്യയ്ക്കും ഭർത്താവിനും ബാധകമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു കേസ് അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. ശരിക്കും ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ബാധകമാണ്. കാരണം ചില ഭർത്താക്കന്മാരെ കൊണ്ടായിരിക്കും ചില ഭാര്യമാർക്ക് പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ അവർക്കും ഇത് തന്നെയാണ് തിരിച്ചങ്ങോട്ട് ചെയ്യേണ്ടത്. കാരണം അവർ ആ രീതിയിൽ പെരുമാറി ആ ഭർത്താവിനെ നമ്മളുടെ സ്നേഹത്തോടു കൂടി വളരെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനന്ന് പലപ്പോഴും എൻ്റെ സുഹൃത്തിന് പല കാര്യങ്ങളും അവർ സെലിബ്രേറ്റ് ചെയ്യാറില്ല. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനും സെൽഫ് സ്ട്രോക്കുകൾ കൊടുക്കാനും ശ്രമിക്കണം. നമ്മളെ തന്നെ ഇപ്പോൾ നമ്മളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. പലപ്പോഴും കൊള്ളാലോ, നീ അത് ചെയ്തല്ലോ എന്നുള്ളത് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന സക്സസ്
എന്ത് സക്സസ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ചെറിയൊരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പൈസ മുടക്കിയിട്ടുള്ള സെലിബ്രേഷൻ അല്ല. ഇന്ന് അത് കൊള്ളാം, നമുക്ക് ഇന്നൊരു ലഡു മേടിച്ച് കഴിക്കാം, അല്ല ഇന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മളൊരു ലഡു വാങ്ങുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ സുഹൃത്ത് വന്ന് ഈ പ്രോബ്ലംസൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, അന്ന് വൈകുന്നേരം ഇദ്ദേഹം കാറ് മേടിച്ചതിൻ്റെ 4-ാം വർഷം ആകുമായിരുന്നു, 4 വർഷം പൂർത്തിയാകുന്ന ദിവസമായിരുന്നു ഇദ്ദേഹം എന്നെ കാണാൻ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, 4-ാമത്തെ ദിവസം, ഇന്നിപ്പോൾ 4 വർഷമായി ഞാൻ ഈ കാർ മേടിച്ചിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് നീ വൈകിക്കണ്ട, നീ പോകുന്ന വഴി ഒരു കേക്കും മേടിച്ചിട്ട് പോകുക, 4 വർഷം നമ്മുടെ കാർ മേടിച്ചതിൻ്റെ 4-ാം വർഷമാണത്, നമുക്കിന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നീ വീട്ടിൽ പോയിട്ട് കേക്ക് മേടിച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ പറയാം മാജിക് കാണാമെന്ന് പറഞ്ഞു, എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോകുന്ന വഴി ഒരു കേക്കൊക്കെ മേടിച്ച് പോയിട്ട് വൈഫായ അന്ന് താക്കോൽ കൈമാറിയപ്പോൾ കാർ വാങ്ങിയപ്പോൾ ഭാര്യയാണ് താക്കോൽ മേടിച്ചത്. അപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് ഈ കേക്ക് കട്ട് ചെയ്തിട്ട്, ഈ കേക്ക് ഭാര്യയെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഭാര്യയെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അന്നത്തെ ഫോട്ടോയും, അന്ന് താക്കോൽ കൈമാറിയ ഫോട്ടോയും, ഇന്ന് കേക്ക് കട്ട് ചെയ്ത ഫോട്ടോയും കൂടി ഇട്ടിട്ട് 4 വർഷങ്ങൾ ഇതായി, അന്ന് എൻ്റെ ഒപ്പം വന്ന് എൻ്റെ ഇഷ്ടപ്പെട്ട വണ്ടിയാണത് എന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റും ഒക്കെ ഇട്ട് വന്ന് ഭാര്യ ചിരിച്ചുകൊണ്ടിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ഇതായി. അപ്പോൾ അന്ന് കംപ്ലൈൻറ്റ് ചെയ്ത ഭാര്യ യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ വളരെ സന്തോഷവതിയായി മാറി. സീ ദ മാജിക്. ഇതാണ് ലൈഫിൽ പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സക്സസ്സുകൾ സെലിബ്രേറ്റ് ചെയ്യില്ല. സക്സസ്സുകൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ പലപ്പോഴും അതൊരു നമ്മൾ തമ്മിലൊരു മൈൽ സ്റ്റോൺസാണ്. പലപ്പോഴും ഫ്രണ്ടിലേക്ക് ഒരുമിച്ചുള്ള മൈൽ സ്റ്റോൺസുകളാണ് ഈ സക്സസ്സുകൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫെക്ഷൻ. നമ്മുടെ പാർട്ട്ണറുമായിട്ട്, ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വൈഫിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കൂടുതൽ അഫെക്ഷൻ ഉണ്ടാകുക. അഫെക്ഷൻ ഉണ്ടാക്കി ലവ് ആൻഡ് അഫെക്ഷൻസ് നമ്മൾ കൂടുതൽ അവരുമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പകുതി പ്രോബ്ലംസ് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗഷേഴ്സ്, വാക്കുകൾ, ഫിസിക്കൽ ടച്ച്, ഇതൊക്കെ നമുക്ക് അഫെക്ഷനോടുകൂടി ചെയ്യുമ്പോഴത്തേനും അതൊരു കൂടുതൽ നമുക്കൊരു വളരെ എന്താ പറയുക, ഒരു വളരെ സ്നേഹപൂർവ്വം വളരെ അഫെക്ഷനോട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാജിക്ക് മറ്റൊന്നാണ്. പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ഈ മനുഷ്യ മനസ്സിലേക്ക് കയറാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി അവർക്ക് നല്ല ഭക്ഷണം നല്ല സ്നേഹത്തോടുകൂടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു അടുക്കളയിൽ നിന്നൊരു അവധി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു നോക്ക്, ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം, അല്ല ഭക്ഷണം മേടിച്ചുകൊണ്ടൊന്ന് കൊടുത്ത് നോക്കുക. വളരെ സ്നേഹത്തോട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ അവർ വളരെ സന്തോഷവതിയായിരിക്കും. കാരണം അവർക്ക് അന്ന് അടുക്കള കയറണ്ട. അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ പലപ്പോഴും അറിയാത്ത കാര്യങ്ങളാണ്. ഇവർ രാവിലെ എഴുന്നേൽക്കുന്നു, ഒരേ അടുക്കള, ഒരേ ഫുഡ്, ഒരേ രീതിയിൽ. ഇവർക്ക് ലോകത്തിൽ ഏറ്റവും, ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏത് കറി ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് അവർ വേണേൽ പറയും. സത്യവുമാണ് പലപ്പോഴും. കാരണം അവരെന്തുണ്ടാക്കും? കാരണം ഇത് പലപ്പോഴും ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ഇഷ്ടപ്പെടണം, അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെടണം, അമ്മായിയപ്പനെ ഇഷ്ടപ്പെടണം, ഭർത്താവിന് ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ കറി അവിടെ പാസ്സാവുള്ളൂ. ഈ സാധാരണ രീതിയിൽ ഒരു രാജ്യസഭയിലും ലോകസഭയിലും ഒരു ബില്ല് പാസ്സാകാൻ പോലും ഇത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു അടുക്കളയിൽ നിന്നൊരു ദിവസത്തേക്ക് ഒരു ഇത് കൊടുക്കുക. ഈ ഫുഡ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഇടയ്ക്കൊരു ഫുഡൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷപരമായിട്ട് ലൈഫ് ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ എപ്പോഴും മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് ഹ്യൂമർ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും എപ്പോഴും ജീവിതം വളരെ തമാശയോടുകൂടി കാണാനും ഇടയ്ക്കൊരു തമാശകളൊക്കെ പറഞ്ഞ് ജീവിതം വളരെ ഭംഗിയായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രസകരമായിരിക്കും. ഇപ്പോൾ ഇതൊരു പഴയ സിനിമ ഓർമ്മ വരുന്നു. വടക്ക് നോക്കി യന്ത്രം എന്നുള്ളൊരു സിനിമയിൽ ഈ പറഞ്ഞ വാരികയിൽ സൈക്കോളജി സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഇന്നസെൻ്റ് ശ്രീനിവാസന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യയാണ്. പാർവതിയാണ് ശ്രീനിവാസൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ശ്രീനിവാസന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നീ വീട്ടിൽ പോയിട്ട് ഭാര്യയെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നീ കുറച്ച് തമാശകളൊക്കെ കാണിക്കുകയാണ്, തമാശകളൊക്കെ പറയാൻ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനിവാസൻ വീട്ടിൽ പോയിട്ട് 2 തമാശകൾ പഠിച്ചു വെച്ചു. വാരികയിൽ നോക്കി ഒരുവൻ മറ്റൊരുവനോട് ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ ചെന്ന ഒരാൾ എന്നുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അപ്പോൾ അതുപോലത്തെ തമാശകളല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ സിറ്റുവേഷണൽ ജോക്സ് നമ്മൾ അന്നേരം ആ രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ നമ്മൾ ഒരു ലൈഫിനെ നോക്കിക്കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും ജീവിതം. അപ്പോൾ ചെറിയ ഹ്യൂമറസ് ലൈഫ് നമ്മൾ കൊണ്ടു നടക്കാനായിട്ട് എപ്പോഴും അത് സാധിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും മനുഷ്യന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിരിയാണ്. നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറ്റാൻ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചിരി. അപ്പോൾ ചിരി നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ലൈഫായിരിക്കും. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലൈഫിലേക്ക് മാറും. അപ്പോൾ പിന്നെ ആ ഭാര്യയൊന്നും ഒരു പ്രോബ്ലം അല്ല. അപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡി ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് ഒരു കാര്യം കൂടി പറയും, സ്റ്റേ കമ്മിറ്റഡ്. എപ്പോഴും കമ്മിറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈഫിനോട് കമ്മിറ്റഡ് ആണെന്നുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകണം. പലപ്പോഴും നമ്മളവരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ പ്രോബ്ലമൊക്കെ അവർ മാറ്റി വെക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു നന്ദി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്മരണ എന്നൊക്കെ വേണം പറയാം. ഒരു സ്മരണ ഉണ്ടാവും എപ്പോഴും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലത് സ്മരണയോടുകൂടി നമ്മളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇത്രയൊക്കെയാണ് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും പ്രോബ്ലം ഇല്ല ഇവിടെ. പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഭാര്യ, ഇപ്പം എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ആയിട്ട് ബന്ധപ്പെട്ട ആ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഭാര്യ, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്തു. വളരെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ ഉടക്കും ബഹളമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഉടക്കൊക്കെ ഉണ്ടായാൽ മാത്രമേ സ്നേഹം കൂടുതലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഉടക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉടക്കുകൾ തീർക്കാനായിട്ട് ശ്രമിക്കുക. ഉടക്കുകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർത്ത് കഴിഞ്ഞാൽ അതൊരു കല്യാണം കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. എന്തുടക്കമുണ്ടെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉടക്ക് തീർത്തിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുക എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാനിതിൽ കുറച്ച് വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഞാനിതിൻ്റെ കമൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.